വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വഴുതനങ്ങ ഫ്രൈ ആണ്. ആദ്യം തന്നെ വഴുതനങ്ങ നമുക്ക് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഏകദേശം 300 ഗ്രാമുള്ള വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായി കഴുകിയെടുക്കാം. ഇനി മാരിനേറ്റ് ചെയ്യാനായി 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1 നാരങ്ങ നീര്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ വെള്ളത്തിൽ മിക്സ് ചെയ്തതുകൂടി ഒഴിച്ച് നന്നായി പുരട്ടിയെടുക്കാം. ഇനി ഫ്രൈ ചെയ്യാനായി പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ മാരിനേറ്റ് ചെയ്ത വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വെക്കാം. ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ തിരിച്ചിട്ട് വറുത്തെടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ള വഴുതനങ്ങ കൂടി വറുത്തെടുക്കാം. വഴുതനങ്ങ വറുത്തതിന് ശേഷം ആ പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് പച്ചമുളക് കീറിയത് കൂടി ഇട്ട് വറുത്തെടുക്കാം. അതേപോലെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് വറുത്തെടുക്കാം. ഇനി ഫ്രൈ ചെയ്ത വഴുതനങ്ങയിലേക്ക് വറുത്ത് വെച്ച കറിവേപ്പിലയും പച്ചമുളകും ഇടാം. ഇതിലേക്ക് 1/4 മുറി തേങ്ങയുടെ 1/4 പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching.